ഹായ്! എന്തായാലും വെറുതെ ഇരിക്കുകയാണ്. ഇങ്ങനെ കുപ്പി കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതായത് ഈ പശയും ഈ കാണുന്ന ഈ നൂലും ഉപയോഗിച്ച് നമുക്ക് ഈ കുപ്പിയൊന്ന് ചുറ്റി പൊതിഞ്ഞ് വൃത്തിയാക്കി എടുക്കാം. ഇതല്ലാണ്ട് എനിക്ക് വേറെ ഒന്നും അറിയാനും പാടില്ല. അതാണ് നഗ്നസത്യം. ഒരു കണക്കിന് പറഞ്ഞാൽ ഇതൊക്കെ ഇച്ചിരി സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന പരിപാടിയാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ ഇങ്ങോട്ട് തുടങ്ങാം. ആദ്യത്തെ ശ്രമം എന്തായാലും പാളിപ്പോയി. താഴത്തുനിന്നും തുടങ്ങാമെന്നാണ് വിചാരിച്ചത്. അത് ഓക്കെ ആവാത്തതുകൊണ്ട് ദേ മുകളിലൊരു കെട്ടൊക്കെ ഇട്ട് അവിടെ നിന്ന് തുടങ്ങി കേട്ടോ. അങ്ങനെ ദേ ചുറ്റി 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 കുറച്ച് നമുക്ക് ക്ഷമ എന്നുള്ള സാധനം കുറച്ച് വേണം. പിന്നെ ഈ കുപ്പിക്ക് നല്ല ഇങ്ങനെ തെന്നുന്ന പോലത്തെ ഒരു പ്രകൃതം ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്കും കുറച്ച് പശയൊക്കെ തേച്ച് റെഡിയാക്കി കൊടുക്കണം. പക്ഷേ നല്ല രസമാണ് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുക്കാനായിട്ട്. ഗ്യാപ്പൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് ചുറ്റണം കേട്ടോ. ഇടയ്ക്കൊന്ന് പണി പാളിപ്പോയി കഴിഞ്ഞാൽ ശ്രദ്ധ മാറിപ്പോയി കഴിഞ്ഞാൽ പണിയൊന്നും പാളും. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ ഈ സിനിമ കണ്ടത്. അതായത് ഞാൻ കുറേ നാളുകളായിട്ട് ഇതിൻ്റെ ഷോർട്സൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. പിന്നെ നല്ല സുന്ദരിയായ ഒരു രക്ഷി ഫെവിക്കോളിൻ്റെ മണമൊക്കെ അടിച്ചിട്ടാണോ നമ്മുടെ നാനി ഫാമിലിയൊക്കെ ഇങ്ങനെ വന്ന് കറങ്ങി തിരിഞ്ഞ് നടക്കണം കേട്ടോ. അപ്പോൾ ഏകദേശം അങ്ങോട്ട് ചുറ്റിയെടുത്തു. അപ്പോഴും നമ്മുടെ സിനിമ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഗ്രഹാതുരത്വം ഉണർത്തുന്ന ഓർമ്മകളും കാഴ്ചകളും ഒക്കെയാണ് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വിശ്വസിക്കണോ വിശ്വസിക്കാണ്ടിരിക്കണോ എന്ന് അറിയാൻ പറ്റാത്ത പോലത്തെ ഒരു അവസ്ഥയൊക്കെ. എന്തായാലും നല്ല രസമുണ്ടായി കാണാനായിട്ട്. അപ്പോൾ ഇതേ ഒരു കണ്ടോ ഈ മിററും ഈ സാധനമൊക്കെ വെച്ച് സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ പിസ്താഷ്യലും കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഓർത്തു അത് വേണ്ടാന്ന്. ഇത് നമ്മുടെ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ക്ലാസ്സിൽ ചേർന്നപ്പോൾ കിട്ടിയതാണ് കേട്ടോ. നമ്മുടെ കൊറിയർ വന്ന സംഭവമാണ്. ഇത്രയും മതിക്കാച്ച് മിററിൻ്റെ ആവശ്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ അറിയില്ല. പിന്നെ നമുക്ക് എന്തുട്ടാണ് സ്റ്റിച്ച് ചെയ്യാനോ മീൻസ് ലോക്ക് ചെയ്ത് എന്തെങ്കിലും സെറ്റ് ചെയ്യാനൊക്കെ ആണോ എന്ന് അറിയത്തില്ല. കുഴപ്പമില്ല, ഇതിന് ഇങ്ങനെയെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ച് എൻ്റെ കുഞ്ഞു ബുദ്ധിയിൽ തോന്നിയൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കുറച്ച് അലങ്കോലമാവുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ കുറേ അധികം നേരത്തെ പരിശ്രമത്തിന് ശേഷമാണ് അത് ഇങ്ങനെ ചുറ്റി വന്നത്. നിങ്ങൾ കാണുമ്പോഴല്ല കേട്ടോ, കുറച്ചും കൂടി വലിയൊരു മിററാണ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇങ്ങനെ അടുത്തടുത്ത് വെക്കരുതെന്ന് എപ്പോൾ ഞാൻ വിചാരിച്ച് പശ തേക്കുന്നു, അപ്പോൾ എങ്ങനെയോ ഇത് അടുത്തടുത്തായി. കുറച്ച് അകത്തേക്ക് വെക്കണമെന്നാണ് വിചാരിച്ചത്. പിന്നെ ഇപ്പോൾ എന്തെങ്കിലും ആവട്ടെ, എന്തായാലും വെച്ച് പോയി. ഇനി പശയൊന്ന് തിരിച്ച് ഊരിയെടുത്ത് അപ്പടി വൃത്തികേടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഇവിടെ അറഞ്ചും പുറഞ്ചും പശ അയച്ചിട്ട് ഇതങ്ങൾ ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇത് ഈ നൂലൊക്കെ ഒന്നും കൂടി ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു കേട്ടോ. അപ്പോഴും അവിടെയും കുറച്ച് പശ ഒന്ന് തേച്ച് കൊടുക്കണം. പിന്നെ എൻഡിലേക്ക് എത്തുമ്പോഴത്തേക്കും ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും. അത് പിന്നെ സ്വാഭാവികമാണ്, ഒന്നും ചെയ്യാൻ പറ്റില്ല. വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അതിനെന്തായാലും ഞാൻ മെനക്കെട്ടില്ല. അങ്ങനെ ദേ മിററൊക്കെ ഒട്ടിച്ച് ഏകദേശം തീരാറായി എന്ന് വെച്ചാൽ ആ പാക്കറ്റിലുണ്ടായിരുന്ന മിറർ പാതി മുക്കാലും തീർന്നു. മിറർ ഒട്ടിച്ചതോടുകൂടി തന്നെ ഏകദേശം ഒരു ഭംഗിയായതായിരുന്നു. പിന്നെ നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ ഓരോരോ തോന്നലുകൾ എന്നൊക്കെ പറയാമല്ലോ, അതിൻ്റെ പരിണിത ഫലമാണ് നിങ്ങളിപ്പോൾ കുറച്ച് കഴിയുമ്പോൾ കാണാൻ പോകുന്നത്. കണ്ടോ, ഒട്ടിച്ച് കഴിയുമ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. അങ്ങനെ അവസാനം ഉണ്ടായിരുന്ന ഒരു 3-4 കൂടി ബാക്കിയാണ്. ചെറുതിനകത്ത് ചെറുതായിട്ട് അരികൊക്കെ ഒന്ന് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ചായിട്ടൊന്ന് ചീന്തി പോയിട്ടുണ്ടായിരുന്നു. എന്നാലും അത് കളയണ്ടല്ലോ, അതുങ്ങൾക്ക് സങ്കടമാവില്ലോ എന്ന് വെച്ചാൽ അതുങ്ങളെ അവിടെ ഇവിടെയൊക്കെ ഒട്ടിച്ച് വെച്ചു. ഇപ്പോൾ ഒട്ടിച്ചൊട്ടിച്ച് താഴത്തും മുകളിലും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒരുമിച്ച് കുറേ വന്നിട്ടുണ്ട്. പക്ഷെ വലിയ കുഴപ്പമില്ല. ഈ വലിയ മിററായതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇച്ചിരി അകലം തോന്നുന്നുണ്ട്. ഇപ്പം തന്നെ ഏകദേശം ഒന്ന് സെറ്റായതായിരുന്നു. പിന്നെ അറിയാലോ, നമുക്ക് കുറച്ചധികം നേരത്തെ പരിശ്രമത്തിന് ശേഷം ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെ. അന്നേരമാണ് ഓരോരോ ഐഡിയകൾ അങ്ങനെ പൊട്ടി മുളയ്ക്കുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ വിചാരിച്ചത് ഈ ഒരു കുഞ്ഞ് സ്റ്റോണും കൂടി ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാമെന്ന്. അങ്ങനെ അവിടെ ഇവിടെയൊക്കെ പശ തേച്ച് കുറേ അധികം നേരത്തെ പരിശ്രമത്തിന് ശേഷം ഈ കുഞ്ഞ് സ്റ്റോൺ ഫുൾ ഒട്ടിച്ചു കൊടുത്തു. ഇതും ആദ്യത്തെ പോലെ അവിടെ ഇവിടെ ഒട്ടിക്കാമെന്നാണ് വിചാരിച്ചത്. ഒട്ടിച്ച് ഇവിടെ മൊത്തം ഒട്ടിച്ചു പോയി. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും തലയ്ക്ക് വലിയ അസുഖം ഉണ്ടോയെന്ന്. യെസ്, തലയ്ക്ക് എന്തോ അസുഖമുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഈ പണികളൊക്കെ ചെയ്യുമുള്ള ജോലിയും കാട്ടിക്കളഞ്ഞിട്ട് വെറുതെ ഇരുന്ന് ഇങ്ങനെ ഓരോരോ മുത്തും കല്ലും ഒക്കെ ഒട്ടിച്ച് സമയം കളഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. എന്ത് ചെയ്യാനാ. പിന്നെ ചേട്ടൻ എന്നെ നോക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് അല്ലലും അലച്ചിലും ഇല്ലാണ്ട് അങ്ങനെ ജീവിച്ചു പോണു. അങ്ങനെ കുഞ്ഞാത്തോലിൻ്റെ സിനിമയൊക്കെ തീർന്നു. ഇപ്പോൾ കുഞ്ഞാത്തോൽ എന്തെടുക്കാമെന്ന് ഇങ്ങനെ നോക്കി പോയപ്പോഴാണ് ഈ ഒരു വീഡിയോ കണ്ടത്. പുള്ളിക്കാരുടെ സംസാരം കേൾക്കാനും നല്ല രസമുണ്ടായി. ചഞ്ചലിനോ മറ്റോ എന്താണെന്ന് തോന്നുന്നു പേര്. പിന്നെ ജോലിയുടെ കാര്യം, ഇനിയിപ്പോൾ എത്ര ശമ്പളം കിട്ടുന്ന ജോലിയായാലും ആത്മാഭിമാനത്തെ കാണാതെ പോകരുതേ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടല്ലോ. ആ സംഭവം എപ്പോഴും നമ്മൾ മനസ്സിൽ കരുതണം. പറഞ്ഞെന്നുള്ളൂ, ഒന്നിനും വേണ്ടിയിട്ടല്ല കേട്ടോ. പിന്നെ ഈ കാണുന്ന മുത്തും കല്ലും എല്ലാ സാധനങ്ങളും തിന്നാനുള്ള പാപ്പങ്ങളും എല്ലാം വാങ്ങിത്തരുന്നുണ്ട് ചേട്ടൻ. ഞാൻ കൃതാർത്ഥമായി എൻ്റെ നന്ദി സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. ഭ്രാന്തുള്ള സ്ത്രീക്ക് അല്പം സന്തോഷവും സമാധാനം നൽകുന്നതിൽ നിങ്ങൾ അതിനൊന്നും പറയരുത്. ദേ നമ്മുടെ കുപ്പിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കിഷ്ടമായി.